ഈ അടുത്ത കാലത്ത് കൽക്കിയെ പറ്റിയുള്ള ചില ചർച്ചകൾ വന്നു. എൻ്റെ കുട്ടിക്കാലത്ത് കൽക്കി നബിയാണ് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ നമ്മുടെ ഇടയിൽ സ്ഥിരമായി ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു കൽക്കി നബിയാണ്. പക്ഷേ അതേസമയത്ത് ഈ പിൽക്കാലഘട്ടത്തിൽ വന്ന പഠനങ്ങൾ ഞാനും തന്നെ അതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൽക്കി നബി എല്ലാം ബോധ്യപ്പെട്ടു. കൽക്കി ആവാൻ തരമുള്ള ഒരാൾ മഹദിയാണ്. ഈ ഭാഷ കൽക്കിയും മഹദിയെയും ചേർത്ത് വെച്ചുകൊണ്ട് എഴുതിയ ഹൈന്ദവ പണ്ഡിതകളുണ്ട്, അഗാധ ജ്ഞാനമുള്ള പണ്ഡിതന്മാർ. മനസ്സിലാണ്ട് പറഞ്ഞത് കൽക്കി അത് ഏകദേശം അത് എൻ്റെ വീക്ഷണപ്രകാരം കൽക്കി എൻ്റെ വീക്ഷണപ്രകാരം കൽക്കി മഹദിയാവാനേ തരമുള്ളൂ. ഹിമാലയവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് കൽക്കി. കൽക്കിയുടെ ഗ്രാമം വരെ കൃത്യമാക്കിയിട്ടുണ്ട് വേദങ്ങൾ, ഹൈന്ദവ വേദങ്ങൾ ഹിമാലയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയതും തമ്മിൽ ഇത് പഠിച്ചു നോക്കുമ്പോൾ ഒരു സാമ്യതയും വരുന്നുണ്ട്. അതായത് ആദ്യകാലം ഞാൻ വിചാരിച്ചു മഹദി മദീനക്കാരനാണ്, പക്ഷെ അസ്ലിയുൽ മദീനയാണ്, അസ്ലി മദീനയാണ്, പക്ഷെ മദീനക്കാരൻ അല്ല. അപ്പോൾ ഹിമാലയവുമായി ബന്ധപ്പെട്ട് പിന്നെ ഹിമാലയം കറക്റ്റാണ് ആ പറയുന്നത്. എന്തുകൊണ്ട്? ഹിമാലയത്തിൻ്റെ ഒരു സൈഡാണ് അഫ്ഗാന്. നമ്മൾ കണക്കാക്കുന്ന മഹദിക്ക് മിക്കവാറും അത് അഫ്ഗാനുമായി വലിയ ബന്ധമുണ്ട്. അപ്പോൾ ഈ രണ്ടാളും ഒരാൾ തന്നെയായിരിക്കും, സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ ആൾ പുറം നാട്ടിലേക്ക് പോകാത്തവരും പുറം നാട്ടുകാർ അങ്ങോട്ട് വരാത്തവരുമായ ഒരു ഗ്രാമമാണ് കൽക്കിയുടെ ഗ്രാമം എന്ന് വേദങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഗ്രാമമാവാനേ ഇത് തരവുമുള്ളൂ. ഞാൻ നിങ്ങളോട് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, വർഷത്തിൽ ഒരിക്കൽ ഒരു വണ്ടി വന്നാൽ അതിന് തീപ്പെട്ടി പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഗ്രാമങ്ങൾ അഫ്ഗാനിലുണ്ട്. അവരെന്ത് ചെയ്യും? അവർ സൂക്ഷിച്ചു വെച്ച മൃഗത്തിൻ്റെ തോലുകളും മറ്റും കൊടുത്തേക്കും. അതിന് അവർ പണം കൊടുക്കും. ആ പണം കൊണ്ട് ഇത് വാങ്ങും. അവരുടെ കയ്യിൽ പണം ഇല്ല. ഇപ്പോഴും അവരങ്ങനെ ജീവിക്കുന്നത്. മഞ്ഞുമലകൾ മൂടിയ പ്രദേശത്തിൻ്റെ നടുവിൽ മഞ്ഞിനടിയിൽ വസിക്കാൻ കഴിയുന്ന ചില പ്രത്യേക കരുത്താണ് അവർക്കുള്ളത്. ചില പ്രത്യേക ജീവികളെ അവർ വളർത്തും. സ്കൂൾ മദ്രസ ഒന്നുമില്ല, അതുകൊണ്ട് ആരും വല്ല നാശാക്കാനുമില്ല. സിന്ദാബാദ് കൂടിയില്ല, ട്രേഡ് യൂണിയനുകളില്ല, ഒന്നുമില്ല, പൈസ ഇല്ല. ഇന്ന് ജീവിക്കാം. ഇങ്ങനൊരു ഗ്രാമം ലോകാവസാനത്തിൽ ഇങ്ങനെ ഒരു ഗ്രാമത്തെക്കുറിച്ച് വേദങ്ങൾ, ഹിന്ദു വേദങ്ങൾ പറയുന്നുണ്ട്. ഇനി പഠനം നടക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ തള്ളിക്കളയരുത്. ഓമ്പ ശരിയില്ല, ഓനും ശരിയില്ല, ഓനും ശരിയില്ല, ഓനും ശരിയില്ല. നമുക്ക് ശരിയുള്ള ആളുകളില്ല, ഒക്കെ ശരിയില്ലാത്തവർ. അവരും ശരിയില്ല, അവരും ശരിയില്ല, ക്രിസ്ത്യാനി ശരിയില്ല, ഹിന്ദു ശരിയില്ല, ബുദ്ധൻ ശരിയില്ല, മറ്റവൻ ശരിയില്ല, മരിച്ചവൻ ശരിയില്ല. അവരൊക്കെ ലോകാവസാനം വരെ നിലനിർത്തുന്ന പഠിച്ചവന് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഇതെല്ലാം കൂടി കലക്കി കൂട്ടിയിട്ട് ഒന്നാക്കിയിട്ട് പഠിച്ചവനെ എല്ലാവരും കൂടി മുസ്ലിമാക്കി മരിപ്പിച്ചാൽ പോരെ? അങ്ങനെയല്ലല്ലോ.